നമസ്കാരം. +1 ഇംപ്രൂവ്മെൻറ്റ് മലയാളം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ കാലങ്ങളിലെ പബ്ലിക് എക്സാമിനോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനോ ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഉദാഹരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ചില പാറ്റേണുകൾ വർഷത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യം ഇപ്പോൾ അത് ആദ്യത്തെ 5 കൊടുക്കുക. ഇപ്പോൾ പുതിയ സമയത്ത് അങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതാനാണ് ഉണ്ടാവാറുള്ളത്. ഏതായാലും 4 2 ഓപ്ഷൻ എഴുതാവുന്ന വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങളുണ്ടാകും. അതിലൊന്നാമത് കായലരികത്ത് എന്ന സിനിമാ ഗാനത്തെ ആസ്വാദ്യമാക്കുന്ന 2 സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ്. അത് നമുക്ക് ഏതും എഴുതാം. അതിൻ്റെ താളം, ഈണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് ശാസ്ത്രീയ സംഗീതം മാത്രം അഭ്യസിക്കാൻ കഴിയുന്ന ഒരു കാലത്തിൽ നിന്നും പുതിയ കാലത്തിലേക്ക് എത്തുമ്പോൾ അതിൽ ധാരാളം അല്ലെങ്കിൽ നീലക്കുയിലേക്ക് എത്തുമ്പോൾ അതിൽ ധാരാളം മാറ്റങ്ങളുണ്ടായി. അത് നമ്മുടെ നാടൻ ഈണങ്ങളും താളങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് എന്ന തരത്തിൽ എഴുതാം. ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് സൂചിപ്പിക്കാവുന്നതാണ്. 2, ഈ ഇലയടരുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാവാം എന്നാണ്. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് എന്താണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ മനുഷ്യരുടെ പുനർജന്മ സങ്കല്പം പ്രകൃതിയിൽ ആരോപിക്കുന്നു. 2, ഇലകൾ മനുഷ്യരെ പോലെയാണെന്ന് സ്ഥാപിക്കുന്നു. മറ്റൊന്ന്, ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകുമെന്ന പ്രയോഗം ഓർമ്മിപ്പിക്കുന്നു. 4, മരങ്ങൾ നശിച്ചാലും പുനർജനിക്കുമെന്ന് സമാധാനിക്കുന്നു. അതിൽ 1, മനുഷ്യരുടെ പുനർജന്മ സങ്കല്പം പ്രകൃതിയിൽ ആരോപിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ വാക്കുകളിൽ കാണാൻ വേണ്ടി കഴിയും. 2, ഇലകൾ മനുഷ്യരെ പോലെയാണെന്ന് സ്ഥാപിക്കുന്നു. അപ്പോൾ നമുക്ക് ഭാഗികമായിട്ട് അതിനകത്തും ശരിയുണ്ട്. ആ 2 ഓപ്ഷൻ നിങ്ങളതിനകത്ത് എഴുതിയാൽ മതി. 3, ആവർത്തനത്തിൻ്റെ അസാധാരണമായൊരു താളം സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയ്ക്കുണ്ട്. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഒരു സന്ദർഭം കൂട്ടിച്ചേർക്കുക. ആ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ഒരു സൈക്കിൾ മോഷണത്തിൽ തുടങ്ങി മറ്റൊരു സൈക്കിൾ മോഷണത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് 1. ആവർത്തനത്തിൻ്റെ അസാധാരണമായൊരു താളം സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയ്ക്കുണ്ട് എന്നുള്ളത് ഒരു സൈക്കിൾ മോഷണത്തിൽ തുടങ്ങി മറ്റൊരു സൈക്കിൾ മോഷണത്തിൽ അവസാനിക്കുന്നു എന്നുള്ളൊരു ആവർത്തനമാണ് അല്ലേ. വേറെ ഏതെങ്കിലും പ്രസ്താവനയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇതിനകത്തൊക്കെയുള്ളൊരു ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം എഴുതുമ്പോഴൊരു പ്രശ്നം, ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ രീതിയിലല്ല അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുക, വേറെ രീതിയിലാവാം. സബ്ജക്റ്റിന് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എപ്പോഴും അത് മനസ്സിലാവും തോന്നുന്നു. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ഒരു ചോദ്യം, ദാരിദ്ര്യം, ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം സിനിമ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അതേപോലെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആവർത്തനങ്ങൾ, ധാരാളം അത്തരത്തിലുള്ള ആവർത്തനങ്ങളുടെ സന്ദർഭങ്ങളെ നമുക്ക് ആ സിനിമയിൽ നിന്ന് കണ്ടെടുക്കാം. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. 4, മുഹിയുദ്ദീൻ മാല ജനപ്രിയമാവാനുള്ള കാരണങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അതിൽ 1ാമത്തെ ഓപ്ഷൻ കേരളീയമായ ഇതിവൃത്തം. 2, പ്രണയത്തിൻ്റെ ചിത്രീകരണം. ആ 2 ഓപ്ഷനുകളും തെറ്റാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും. ഒന്നെന്താണ്, കേരളീയമായ ഇതിവൃത്തമാണോ മുഹിയുദ്ദീൻ മാലയ്ക്കുള്ളത്? അല്ല. ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന സൂഫി വര്യനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നിവരുടെ കഥകളാണ്, അദ്ദേഹത്തിൻ്റെ ആപാദാനങ്ങളാണ് ഈ മുഹിയുദ്ദീൻ മാലയിലെ പ്രമേയം. അതുകൊണ്ട് അതിന് കേരളീയമായ ഇതിവൃത്തമല്ല ഉള്ളത്. 2, പ്രണയത്തിൻ്റെ ചിത്രീകരണം. അതിനകത്ത് പ്രണയം ഒരു വിഷയമല്ല. 3ാമത്തെ നോക്കൂ, ഗഹനമായ ആശയങ്ങൾ ലളിതമായ ഭാഷയിൽ ആവിഷ്കരിക്കുന്നു. അത് ശരിയാണ് അല്ലേ. കാരണം ജീവിത സത്യങ്ങളെ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ ആ കൃതി ശ്രമിക്കുന്നുണ്ട്. 4ാമത് ഹൃദ്യമായ ഇശലാണ്. അത് നമുക്ക് വളരെ മനോഹരമായി
താളാത്മകമായി സംഗീതാത്മകമായി ചൊല്ലാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷനാണ് അതിൽ ശരിയെന്ന് കാണാം. 5, മോളെന്താ കല്യാണത്തിന് പോകാഞ്ഞത്? ശ്രീമോൻ കുറേ നിർബന്ധിച്ചതല്ലയോ? പുതുപ്പെണ്ണിനെ കാണാൻ എല്ലാവർക്കും ആശ കാണത്തില്ലയോ? പത്മാക്ഷിയുടെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് എന്താണ്? വൃദ്ധയെ തനിച്ച് കിട്ടാത്തതിലുള്ള നിരാശ, പുതുപ്പെണ്ണ് ഒരു കാഴ്ച വസ്തുവാണെന്ന ചിന്ത, സ്വതന്ത്രമായി ജോലി ചെയ്യാനാകാത്തതിലുള്ള അസ്വസ്ഥത, ഭർത്താവിനെ അനുസരിക്കാത്തതിലുള്ള നീരസം. വൃദ്ധയെ തനിച്ച് കിട്ടാത്തതിലുള്ള നിരാശ പത്മാക്ഷിക്ക് ഇല്ല. കാരണം അവർക്ക് കഞ്ഞി കൊടുക്കുക, മരുന്ന് കൊടുക്കുക, അവരെ മയക്കി കടത്തുക എന്നുള്ളതിനുപരി ആ വൃദ്ധയുമായി സംസാരിക്കാൻ പത്മാക്ഷി, അതായത് ആ വേലക്കാരി മെനക്കെടുന്നതായിട്ട് കഥയിൽ സൂചനയില്ല. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ നമുക്ക് അതിന് സ്വീകരിക്കാൻ കഴിയില്ല. രണ്ടാമത്, പുതുപ്പെണ്ണ് ഒരു കാഴ്ച വസ്തുവാണെന്ന് ചിന്ത. അത് പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം കാഴ്ചപ്പാടാണ്. അത് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നു എന്ന് പറയാൻ പറ്റും. 3, സ്വതന്ത്രമായി ജോലി ചെയ്യാനാകാത്തതിലുള്ള അസ്വസ്ഥത. അതും പത്മാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത്ര സ്വതന്ത്രമായിട്ട് അത്ര ജോലി ചെയ്യുന്ന ഒരാളല്ല പത്മാക്ഷി. പത്മാക്ഷി ഏറ്റവും മിനിമം, അതായത് വൃദ്ധയെ മരുന്ന് കൊടുക്കുക, മയക്കുക, കിടത്തുക, ഉറക്കുക എന്നുള്ള ഉപരി വേറൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ജോലി ചെയ്യാത്തൊരു വിഷമവും പത്മാക്ഷിക്കില്ല. ഓപ്ഷൻ തെറ്റാണ്. 4, ഭർത്താവിനെ അനുസരിക്കാത്തതിലുള്ള നീരസം. അതാണ് ശ്രീമോൻ കുറേ നിർബന്ധിച്ചതല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അത് ഭർത്താവിനെ അനുസരിക്കാത്തതിലുള്ള നീരസം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെയും നാലാമത്തെയും സൂചനകളാണ് അത് നമുക്ക് ശരിയായിട്ട് കാണാൻ പറ്റുക. 6, അരുളില്ലാത്തവരെ സൂചിപ്പിക്കുന്നതിന് ശ്രീനാരായണ ഗുരു ഉപയോഗിക്കുന്ന കൽപ്പനകളേവ? ഇമ്പമില്ലാത്ത ഗാനം, ദുർഗന്ധമുള്ള ശരീരം, ഫലമാകാത്ത പുഷ്പം, തന്ത്രികൾ പൊട്ടിയ മീണ. അതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. ദുർഗന്ധമുള്ള ശരീരത്തെയും ഫലമില്ലാത്ത പുഷ്പത്തെയുമാണ് ഇതിൽ, ഫലമാകാത്ത പുഷ്പത്തെയുമാണ് നന്മയില്ലാതെ കരുണയില്ലാത്തവരെ ശ്രീനാരായണ ഗുരുദേവൻ സൂചിപ്പിക്കുന്ന വാക്കുകൾ. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയുമാണ്. 7, സംക്രമണത്തിൽ സ്ത്രീ ജീവിതാവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാർഹിക ബിംബങ്ങളേവ? ഒരു കുറ്റിച്ചൂല്, വസൂരിമാലകൾ കൊരുത്ത വ്യോമം, കാതിലിരമ്പുന്ന കടൽ, ഞെണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രം. സ്ത്രീ ജീവിതത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാർഹിക ബിംബങ്ങൾ, വീട്ടിലെ ബിംബങ്ങൾ ഏതാണ്? കാത് ഇരമ്പുന്ന കടൽ ഗാർഹിക ബിംബമാണോ? വീടുമായി ബന്ധപ്പെട്ട ബിംബമാണോ? അല്ല. വസൂരിമാലകൾ കൊരുത്ത വ്യോമം വീടുമായി ബന്ധപ്പെട്ട ബിംബമാണോ? അല്ല. ഒരു കുറ്റിച്ചൂല്, ഒരു ഞാറത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ എന്ന് അച്ചൂരെഴുതുന്നു. അപ്പം ഒരു കുറ്റിച്ചൂലും ഞെണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രവുമാണ് അതിൻ്റെ ഉത്തരങ്ങൾ. ഇനി 8 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഇതിൽ 4 വീതം. ഈ സന്ദർശനത്തിലെ നായകൻ്റെ ഭൂതകാലം ഇരുണ്ടതായിരുന്നെന്ന് കവിതയിൽ സൂചനകളുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. അങ്ങനെ സൂചന സന്ദർശനത്തിലുണ്ടോ? ഇല്ല. അതൊരു നമ്മളെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ ഒരു ഉത്തരത്തിലേക്ക്, ചിന്തയിലേക്ക് നയിക്കാൻ ഉതകുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ, ആ ചോദ്യത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു കെണി, അത് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയണം. യഥാർത്ഥത്തിൽ സന്ദർശനത്തിലെ നായകൻ്റെ ഭൂതകാലമാണോ ഇരുണ്ടതായിരുന്നത്? അല്ല, വർത്തമാനകാലമാണ് ഇരുണ്ടത്, അല്ലേ? വർത്തമാനകാലത്തിലാണ് നായകൻ അലക്ഷ്യനായി ജീവിക്കുന്നത്. മരണവേഗത്തിലോടുന്ന വണ്ടികളുള്ള രാത്രി വീഥികളിലൂടെ അലക്ഷ്യനായി നടക്കുകയും മദിരാശിയിലും മനം മുങ്ങി മരിച്ച് ജീവിക്കുന്ന സത്രവും ഒക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വർത്തമാനകാലത്താണ്. അതായത് ഭൂതകാലം എന്നുള്ളത് വളരെ മനോഹരമായ പ്രണയബിംബങ്ങളാൽ നിറഞ്ഞു നിന്നിരുന്ന, മൈലാഞ്ചി ചുവപ്പിൻ്റെ വിരൽ കൊണ്ട് തൊടുമ്പോൾ കിനാവ് ചുരന്നിരുന്ന അത്തരത്തിലുള്ള ഭൂതകാലമാണ് നായകനുണ്ടായിരുന്നത്. പൊൻചമ്പകം പൂത്ത കരൾ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ഭൂതകാലമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇരുണ്ടതായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതേണ്ടത്. 9, ജനപ്രിയ സിനിമകളെ വിശകലനം ചെയ്യുന്ന ലേഖനമാണല്ലോ സിനിമയും സമൂഹവും. പ്രസ്തുത ലേഖനത്തിലെ ആശയങ്ങൾ ആസ്പദമാക്കി
ഒരു ജനപ്രിയ സിനിമാ സംവിധായകനുമായി അഭിമുഖത്തിലേർപ്പെടുന്നതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക. 4 ചോദ്യമാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പലപ്പോഴും അഭിമുഖത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു പാഠഭാഗത്തെ അഭിമുഖവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിനകത്ത് ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ചോദ്യമാണ്. അതിനകത്ത് നമ്മളൊരു അഭിമുഖം തയ്യാറാക്കുമ്പോൾ തീർച്ചയായും ഈ ആ ലേഖനത്തിലെ പ്രസ്തുത ലേഖനത്തിലെ സിനിമയും സമൂഹവും എന്ന് പറയുന്ന ലേഖനത്തിലെ ആശയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ സിനിമാ സംവിധായകനുമായി അഭിമുഖത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് ആ പാഠഭാഗത്തെ മുഴുവനായി വിട്ടുകൊണ്ടുള്ള ഒരു അഭിമുഖം നമുക്ക് സാധ്യമല്ല. അപ്പോൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? ആ പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങളെ പ്രധാനമാക്കി എടുത്തുകൊണ്ട് നമ്മൾ അഭിമുഖത്തിൻ്റെ ചോദ്യങ്ങൾ റെഡിയാക്കുകയാണ് വേണ്ടത്. തീർച്ചയായും നമുക്ക് സിനിമയും സമൂഹവും തമ്മിലുള്ള ബന്ധം, അത് നമ്മൾ അഭിമുഖം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സംവിധായകൻ ഏതെങ്കിലും ഒരു സിനിമ ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം. അതിലെ ആ സ്വാധീനം ഗുണപരമാണോ നിഷേധാത്മകമാണോ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ജനപ്രിയ നായകനെ സൃഷ്ടിക്കുമ്പോൾ ആ സംവിധായകൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള എന്തെങ്കിലും ഫോർമുല അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമാ സംവിധായകൻ്റെ സിനിമയുമായി ബന്ധപ്പെടുത്തി, എന്നാൽ സിനിമയും സമൂഹവും എന്ന് പറയുന്ന ലേഖനത്തെ കൂടി കൂട്ടിക്കൊണ്ട് നമുക്ക് ആ അഭിമുഖം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും. 10ാമത്തേത്, നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. അനർഘ നിമിഷത്തിലെ നീ ആരാകാം? നിങ്ങളുടെ നിഗമനം അവതരിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ ഒരു നിരീക്ഷണത്തെ കൃത്യമായി ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളാണ്. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. ആരാണ് അനർഘ നിമിഷത്തിലെ നീ? നമ്മൾ പറഞ്ഞു, അനർഘ നിമിഷം ഒരു ഗദ്യ കവിത പോലെയാണ് അതിൻ്റെ രൂപവും ഭാഷയൊക്കെ. അത് ഒരു കഥാരൂപത്തെയൊക്കെ അതിലംഘിച്ച് നിൽക്കുന്ന ഒന്നാണ്. അതിനകത്തൊരു ഞാനും നീയും ഉണ്ട്. അതായത് രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് കഥ എന്നുള്ളത്. അവിടെ എപ്പോഴും എതിർവശത്ത് വരുന്ന നീ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പ്രപഞ്ചമാവാം, പ്രകൃതിയാവാം, ദൈവമാകാം, ഇവരിൽ ആരുമാകാം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഏതായാലും ഇവിടെ സ്ഥായിയായി നിൽക്കുന്ന മനുഷ്യനൊക്കെ ഇവിടെ ഒരു വിരുന്നുകാരനായി മാത്രം വന്നു പോകുമ്പോൾ സ്ഥായിയായ സാന്നിധ്യമായി നിൽക്കുന്ന ഒരാളാണ് ഈ അനർഘ നിമിഷത്തിലെ നീ. അത് പ്രകൃതിയോ പ്രപഞ്ചമോ ദൈവമോ ഒക്കെ ആകാം എന്നുള്ള നിരീക്ഷണമാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കേണ്ടത്. 11ാമത്തെ ചോദ്യം, മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. സംക്രമണം അച്ചൂറിൻ്റെ. ഈ വരികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥയെക്കുറിച്ച് ലഘു കുറിപ്പെഴുതുക. നോക്കൂ, 4 മാർക്കിന് നമ്മൾ അര പേജാണ് എഴുതേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 2 വരികളിലെ സ്ത്രീ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ അത് വളരെ വൈഡായിട്ട് പറഞ്ഞു പോവാതെ ഒരു അര പേജിനകത്ത് നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെ പരമാവധി സംഗ്രഹിച്ചെഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് തീർച്ചയായും വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞ്, എല്ലാ അടുക്കളപ്പണി മുഴുവൻ കഴിഞ്ഞ്, പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കി വീട് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് അവൾ കിടക്കാൻ, നക്ഷത്രം പോലും കിടന്നിട്ടാണ് അവൾ കിടക്കുക. പിന്നെയോ ഒരു ദിവസവും സൂര്യ ഉദയത്തേക്കാൾ എത്രയോ മുമ്പ് അവർ പിടഞ്ഞെണീക്കുകയും ചെയ്യും. നമുക്ക് ആ പിടഞ്ഞെണീറ്റില്ല എന്നുള്ള ഒരൊറ്റ ആറ്റൂരിൻ്റെ പ്രയോഗത്തെ മാത്രം നമുക്ക് അര പേജിലോ ഒരു പേജിലൊക്കെ എഴുതാൻ പറ്റും. കാരണം അന്ന് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് അന്നത്തെ ദിവസം വളരെ ഞെട്ടലോടെ പിടഞ്ഞെണീറ്റുകൊണ്ട് ആ സ്ത്രീക്ക് ആരംഭിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീ ജീവിതത്തിൻ്റെ അവസ്ഥ നമുക്ക് കൃത്യമായി അതിനകത്ത് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റണം. 12. ശ്രീകൃഷ്ണന് അമ്മയോടുള്ള സ്നേഹം പീലിക്കണ്ണുകൾ എന്ന കാവ്യഭാഗത്തിൻ്റെ അന്തർധാരയായി വർത്തിക്കുന്നു. ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ശ്രീകൃഷ്ണൻ അമ്മയോടുള്ള സ്നേഹം പീലിക്കണ്ണുകൾ എന്ന കാവ്യഭാഗത്തിൻ്റെ തീർച്ചയായും അല്ലേ? അതിൽ 2ാമത്തെ ഭാഗം, അതായത്
നന്ദനെ കാണാൻ വേണ്ടി വന്ന നന്ദഗോപരോടും കണ്ണനെ കാണാൻ വേണ്ടി വന്ന നന്ദഗോപരോടും സുഹൃത്തുക്കളോടും നിങ്ങൾ ഇന്ന് തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞ് സമ്മാനങ്ങളൊക്കെ കൊടുത്തയക്കുമ്പോൾ പിന്നീട് അമ്മയ്ക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നത് തൊട്ട് പിന്നീട് അമ്മയോടുള്ള സ്നേഹമാണ്. അമ്മ ഇങ്ങോട്ട് ആരെയും വരുന്നുണ്ടെങ്കിൽ അവരോട് നല്ല വണ്ണം തരേണ്ട വാഴപ്പഴമൊക്കെ കൊടുത്തയക്കാൻ പറയണം, എനിക്കൊക്കെ തിന്നാൻ കൊതിയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ കളിപ്പാട്ടം നന്നായി സൂക്ഷിച്ചു വെക്കാൻ പറയണം, എൻ്റെ വസ്ത്രം നന്നായി സൂക്ഷിച്ചു വെക്കാൻ പറയണം. ഇങ്ങനെ തുടങ്ങി അമ്മ തീർച്ചയായും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പുള്ള കുറേ കാര്യങ്ങളാണ് കണ്ണൻ യഥാർത്ഥത്തിൽ അവരോട് സുഹൃത്തുക്കളോടും അച്ഛനോടും ഒക്കെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ഭാഗം മുഴുവൻ, അതിലെ വരികൾ മുഴുവൻ നമുക്ക് ശ്രീകൃഷ്ണന് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ സൂചനയായിട്ട് പീലിക്കണ്ണുകൾ എന്ന കാവ്യഭാഗത്ത് എടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയുടെ വാക്കുകളിൽ നിന്ന് അവരുടെ ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ആ അമ്മയുടെ കാഴ്ചപ്പാടുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായക്കുറിപ്പ് എഴുതുക. ആ അമ്മയുടെ കാഴ്ചപ്പാടുകളോട്, അതായത് ഓർമ്മയുടെ ഞരമ്പിലെ വൃദ്ധയുടെ അമ്മായിമ്മയുടെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും പുതിയ കാലത്തെ പ്രതിനിധികൾ എന്ന നിലക്ക് നമുക്ക് ആ സ്ത്രീയുടെ അഭിപ്രായങ്ങളോട് ഒരിക്കലും വിയോജിക്കാൻ കഴിയില്ല, അല്ലേ? അവരോട് വിയോജിക്കാനുള്ള ഒരൊറ്റ സന്ദർഭം നമുക്കറിയാവുന്നത്, പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം എന്നുള്ള ഒരൊറ്റ വീട് മതി. അത് അവരുടെ കാലത്തെ ഒരു ബോധമായിരിക്കാം, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ പുതിയ കാലത്ത് നമുക്ക് അത്തരത്തിലുള്ളൊരു ബോധത്തെ ഒരിക്കലും നെഞ്ചേറ്റാൻ കഴിയില്ല. സ്ത്രീ എന്നാൽ പ്രസവിക്കാനും വീട്ടിലെ ജോലികൾ ചെയ്യാനും മാത്രമുള്ള ഒരു യന്ത്രമായിട്ട് മാത്രം കണക്ക് കൂട്ടുമ്പോൾ തീർച്ചയായും ആ അമ്മായിമ്മയെ പോലുള്ള ആളുകളുണ്ടാകും. പക്ഷേ എഴുതുകയും വായിക്കുകയും ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഹൃദയമുള്ള വികാരവും വിചാരവുമുള്ള ഒരു മനുഷ്യ സ്ത്രീയാകുമ്പോൾ തീർച്ചയായും ഈ കഥയിലെ പുതിയ കാലത്തെ പെൺകുട്ടിയും അല്ലെങ്കിൽ ആ വൃദ്ധയൊക്കെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും നമ്മൾ അമ്മായിയമ്മയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന രീതിയിലാണ് നിങ്ങളുടെ സ്വാഭിപ്രായക്കുറിപ്പ് വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ് കൈപ്പാട്. വിലയിരുത്തൽ കുറിപ്പ് എഴുതുക. കൈപ്പാട് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ് എന്നതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ബാബു കാമ്പ്രത്തിൻ്റെ ഡോക്യുമെൻ്ററികളൊക്കെ അത്തരത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം ഒരു ആത്മസഹോദരി എന്ന് തന്നെ ചിത്രീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല ഡോക്യുമെൻ്ററികളും ഉള്ളത്. ഈ കൈപ്പാട് നോക്കൂ, കൈപ്പാടിനകത്തെ പരസ്പരാശ്രിതത്വം എന്നുള്ളത് എത്ര ഫലപ്രദമാണ്. അവിടെ യഥാർത്ഥത്തിൽ കൃഷി നടത്താൻ അവിടെ സഹായിക്കുന്നത് അവിടെ പറവകളാണ്, അല്ലേ? മീനുകളാണ്. മീനുകളെ ഭക്ഷിക്കാൻ വേണ്ടി വരുന്ന പറവകളാണ്. അവിടെ ആ പറവകളുടെ കാഷ്ടമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ആ കൃഷിക്ക് വളമായി തീരുന്നത്. ആ മീനുകൾ ഭക്ഷിക്കാൻ വേണ്ടി പക്ഷികൾ വരുമ്പോൾ തീർച്ചയായും അവിടെ മീനുകൾ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന അവിടുത്തെ സ്ത്രീകൾ ആ പക്ഷികളെ ആട്ടി ഓടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടത് അവരും കഴിക്കട്ടെ, അവരും പ്രകൃതിയിലെ അംഗങ്ങളാണ് എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീകളെ മുഴുവൻ ആ പക്ഷികളെ മീൻ പിടിക്കാൻ അനുവദിക്കുകയും അവർ അതിൻ്റെ ഒരു സമ്മാനം എന്ന അർത്ഥത്തിൽ തിരിച്ച് അവരുടെ കാഷ്ടം വളമായി ആ നിലത്തിന്, കൈപ്പാട് നിലത്തിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധം. അവിടെ എല്ലാ കൃഷി നടത്തുന്ന രീതി, അവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതി, ഇതെല്ലാം തന്നെ ഒരിക്കലും പ്രകൃതിയെ നോവിക്കാതെയാണ്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള സാമഗ്രികൾ എടുത്തുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത്തരത്തിലാണ് നിങ്ങളതിനെ വിലയിരുത്തേണ്ടത്. ഇനി പാറ്റേൺ മാറുകയാണ്. 15 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. സ്കോർ 6 വീതം. വാസനാവികൃതി എന്ന കഥയെ ആസ്പദമാക്കി മലയാളത്തിലെ ആദ്യകാല കഥകളുടെ സവിശേഷതകളെക്കുറിച്ച് ലഘുപന്യാസം തയ്യാറാക്കുക. നോക്കൂ, വാസനാവികൃതി എടുത്തപ്പോൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇത് മലയാളത്തിലെ ആദ്യകാല കഥകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യകാലത്തെ നമ്മുടെ
സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ, മൂർക്കോത്ത് കുമാരൻ്റെ, സി എസ് ഗോപാലകൃഷ്ണ പണിക്കരുടെ അടക്കമുള്ള ചില വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ഒക്കെ കഥകളുടെ ചില പേരുകളെങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ആ ക്ലാസ് എടുത്തപ്പോൾ അതൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ ടെക്സ്റ്റിനകത്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ആദ്യകാലത്തെ മലയാള കഥകളുടെ സവിശേഷതകൾ നമ്മളന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഹാസ്യാത്മകമായ അവതരണം അതിൽ വളരെ പ്രധാനമാണ്. ഇതിനൊക്കെ നമുക്ക് വാസനാവികൃതി മാത്രം വെച്ച് നിങ്ങൾ ഉദാഹരിച്ചാൽ മതി. ഹാസ്യാത്മകമായ അവതരണം പറയുമ്പോൾ നമുക്ക് ഹാസ്യാത്മകമായ ശൈലി പറയുമ്പോൾ നമുക്ക് വാസനാവികൃതിയിലെ ധാരാളം കാര്യങ്ങൾ അതിനകത്ത് ഉദാഹരിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെയാണ് നാടകീയമായ അവതരണം. വളരെ നാടകീയമായ ഒരു സ്വാഭാവികം എന്നതിലുപരി വളരെ നാടകീയമായ അവതരണം ആദ്യകാലത്തെ കഥകളുടെ ഒരു പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. വളരെ നേർരേഖയിലുള്ള ആഖ്യാനം അത് വളരെ പ്രധാനമാണ്. വളരെ നേർരേഖയിൽ ഋജുവായി പോകുന്ന ആഖ്യാനമാണ് ആദ്യകാലത്തെ മലയാള കഥകൾക്കുള്ളത്. ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വാസനാവികൃതിയെ മാത്രം, അതിലെ സന്ദർഭങ്ങളെ മാത്രം നിങ്ങൾ ഉദാഹരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ചോദ്യത്തിന് നല്ല ഉത്തരം നമുക്ക് എഴുതാവുന്നതാണ്. 16ാമത്തെ ചോദ്യം, കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിൽ ശബ്ദങ്ങളുടെ സാന്നിധ്യം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എത്രമാത്രം ഔചിത്യപൂർണ്ണമാണെന്ന് പരിശോധിക്കുക. അവിടെ ശബ്ദങ്ങളുടെ സാന്നിധ്യത്തെ ഹസ്ന ലോകത്തെ അറിയുന്നത്, ലോകത്തെ തിരിച്ചറിയുന്നത് എല്ലാം ശബ്ദങ്ങളിലൂടെയാണ്. വിവിധ ശബ്ദങ്ങൾ ആ കുട്ടിക്ക് വളരെ പരിചിതമാണ്. ആ ഹ്രസ്വ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവിടെ വർക്ക്ഷോപ്പിലേക്ക് കാറുകൾ നന്നാക്കാൻ വരുന്ന ആളുകൾ, അവരുടെ ആ കുട്ടികളുടെ അടക്കം കളികൾ, അപ്പുറത്ത് കുട്ടികൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഔട്ടാകുന്നതും അടുത്തുകാരാണ് ബാറ്റ് ചെയ്യുന്നതും ചോദിക്കുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് അവിടെ വികസനം എന്ന പേരിലുള്ള പുതിയ പേക്കുത്തുകൾ വരുമ്പോൾ അവിടെ JCB അടക്കം വന്ന് ആ നാടൊന്നാകെ കുട്ടിച്ചോറാകുന്നതിൻ്റെ ശബ്ദങ്ങൾ. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ശബ്ദങ്ങളിലൂടെയാണ് ഹസ്ന എന്ന് പറയുന്ന കണ്ണ് കാണാത്ത കുട്ടി ലോകത്തെ അറിയുന്നത് എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ആ ലോകം, ആ കുട്ടിയുടെ ഹസ്നയുടെ ലോകം നിയന്ത്രിക്കുന്നത്, നിർണ്ണയിക്കുന്നത് എല്ലാം ശബ്ദങ്ങളാണ് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇനി അടുത്തത്, സ്കൂൾ ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നതിന് നിയോ റിയലിസവും സൈക്കിൾ മോഷ്ടാക്കളും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് കുറേ കൂടി ആപ്ലിക്കേഷൻ ലെവലിലാണ് ഈ വർഷത്തെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് 2018. അപ്പോൾ ഇത് ഇമ്പ്രൂവ്മെൻറ്റ് വന്ന ചോദ്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ പരീക്ഷ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളെക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാകാം എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നിയോ റിയലിസത്തെക്കുറിച്ചും സൈക്കിൾ മോഷ്ടാക്കളെക്കുറിച്ചും നമുക്ക് നല്ല ധാരണയുണ്ട്. നമ്മൾ ആ പാഠഭാഗം വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. പക്ഷേ അത് പലപ്പോഴും ഈ ഒരു പ്രഭാഷണത്തിൻ്റെ രീതിയിലേക്കൊക്കെ ചോദ്യത്തെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സംശയവും സങ്കോചമൊക്കെ വരും. അതിൻ്റെ ആവശ്യമില്ല. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ഒരു പ്രഭാഷണത്തിൻ്റെ രീതിയിലേക്ക് നമ്മൾ എഴുതി വെക്കണമെന്ന് മാത്രമേ അതിനകത്ത് വ്യത്യാസമുള്ളൂ. പ്രഭാഷണത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, പ്രഭാഷണത്തിന് ആദ്യം ഒരു അഭിസംബോധന ഉണ്ടാവും, അല്ലേ? പ്രഭാഷണത്തിന് വളരെ വ്യത്യസ്തമായ അഭിസംബോധനകൾ ഉണ്ടാവും. വളരെ ലളിതമായി സഹോദരന്മാരെ എന്ന് പറഞ്ഞ് അഭിസംബോധന തുടങ്ങുന്ന ആളുകളുണ്ട്. വേദിയിലുള്ള മുഴുവൻ ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അഭിസംബോധനകൾ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും സഹോദരി നമ്മൾ സ്കൂളിലാണ് പ്രഭാഷണം നടത്തിച്ചാൽ എൻ്റെ ബഹുമാനരായ പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും പ്രഭാഷണത്തിന് ഒരു അഭിസംബോധന നിർബന്ധമാണ്. പിന്നീട് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം നിയോ റിയലിസവും സൈക്കിൾ മോഷ്ടാക്കളും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിയോ റിയലിസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൽ തന്നെ ഇറ്റാലിയൻ നിയോ റിയലിസം സിനിമയിൽ നിർവഹിച്ച പങ്ക്, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നിയോ റിയലിസം എങ്ങനെ ഉണ്ടായി വന്നു, രണ്ടാം ലോക മഹായുദ്ധം തീർത്ത കഷ്ടപ്പാടുകൾ, അതുവരെ ലോകത്തിന് മുമ്പിൽ ഇറ്റലിയിലുണ്ടായിരുന്നത് സമ്പത്തും
ധാരാളിത്തവും അതിൻ്റെ പൊൻപ്രഭയുമൊക്കെ ആയിരുന്നെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ഇറ്റലിയെ, അതായത് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു ഇറ്റലിയെ നമ്മുടെ മുമ്പിൽ കാണിക്കുകയും അതുവരെ ഇറ്റാലിയൻ സിനിമകൾ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിരുന്ന യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന അമേരിക്കൻ സിനിമകൾക്ക് പകരം ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ജീവിത പ്രശ്നങ്ങൾ വിഷയമാകുന്ന നിയോ റിയലിസ്റ്റ് സിനിമകൾ വരികയും ചെയ്തു. ആ രീതിയിൽ നിയോ റിയലിസ്റ്റ് സിനിമകളെക്കുറിച്ച് അത് ഇറ്റാലിയൻ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങളെക്കുറിച്ച്, ഇറ്റലി എന്നുള്ള ഒരു ചിത്രത്തെ തന്നെ ലോകത്തിന് മുമ്പിൽ വ്യത്യസ്തമായി അവതരിപ്പിച്ചതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മൾ സൈക്കിൾ മോഷ്ടാക്കളിലേക്ക് വരുന്നു. സൈക്കിൾ മോഷ്ടാക്കൾ, ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ഇറ്റാലിയൻ നിയോ റിയലിസത്തിൻ്റെ അംശങ്ങൾ, അതായത് ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങൾ, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു കുടുംബത്തിനകത്ത് അന്റോണിയോ റിച്ചി എന്ന് പറയുന്ന ഒരു ആളുടെ കുടുംബത്തിനകത്ത് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ നമുക്കതിന് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ അയാളുടെ തൊഴിലില്ലായ്മയെക്കുറിച്ച്, അവസാനം അയാൾക്ക് തൊഴിൽ കിട്ടുമ്പോൾ അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സൈക്കിൾ അയാളുടെ പണയത്തിലാണ്, ആ സൈക്കിൾ എടുക്കാൻ പറ്റാത്തതിനെക്കുറിച്ച്, അവസാനം ആ സൈക്കിൾ എടുക്കാൻ വേണ്ടി അയാൾ വീട്ടിലെ മറ്റു കുറേ പതിപ്പുകളും മറ്റു സാധനങ്ങളും വീണ്ടും പണയം വെക്കുന്നതിനെക്കുറിച്ച്, ഇത്തരത്തിലുള്ള ധാരാളം സൂചനകൾ, പോയിന്റുകൾ നമുക്ക് സൈക്കിൾ മോഷ്ടാക്കളെ നിയോ റിയലിസ്റ്റ് അംശങ്ങളിലേക്ക് ബന്ധിപ്പിച്ച് പറയാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനം ഒരു പ്രഭാഷണത്തെ ഉപസംഹരിക്കും. അതായത് ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുന്നു എന്ന രീതിയിൽ എല്ലാവർക്കും നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തുന്നു. അപ്പോൾ പ്രഭാഷണമാണ് ചോദിക്കുന്നതെങ്കിൽ അതിനൊരു അഭിസംബോധന വേണം, പിന്നീട് നമ്മൾ വിഷയത്തിലേക്ക് വരണം, വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കണം, പിന്നീട് അതിനെ ഉപസംഹരിക്കണം. ഈ ഒരു ഘടനയും അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കവിയാണ് വൈലോപ്പിള്ളി. ഊഞ്ഞാലിൽ നിന്ന കവിതയെ ആസ്പദമാക്കി ഈ പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക. ഇത് നമ്മൾ ഒന്നാമത്തെ വീഡിയോക്കകത്ത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വർഷവും തുടർച്ചയായിട്ട് ഈ ചോദ്യം വന്നു. അതിനർത്ഥം ഈ വർഷവും അതേ ചോദ്യം വന്നോളണമെന്നല്ല, പക്ഷേ അതൊന്ന് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മകൾ എപ്പോഴും വൈലോപ്പിള്ളിയിലുണ്ട്. വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വിഷുക്കണി എന്ന കവിതയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും പിന്നെ ഇത്തിരി കൊന്നപ്പൂവും എന്ന് പറയുന്ന ആസാം പണിക്കാർ എന്ന കവിതക്കകത്ത് പിറന്ന നാടിനെക്കുറിച്ച്, പിറന്ന ഗ്രാമത്തെക്കുറിച്ച് വളരെ ഗൃഹാതുരത്വത്തോടെ ചിന്തിക്കുന്ന, എപ്പോഴും അത്തരത്തിൽ നാട്ടു നന്മകളെക്കുറിച്ച് വാചാലനാകുന്ന ഒരു കവിയാണ് വൈലോപ്പിള്ളി. അദ്ദേഹത്തിൻ്റെ ഊഞ്ഞാലിൽ എന്ന കവിതയും അത്തരത്തിൽ തന്നെയാണ്. അതിനകത്ത് ഗ്രാമജീവിതത്തിൻ്റെ നന്മകൾ, അവിടെ പ്രയാസങ്ങളേറെ സഹിച്ചിട്ടും തിരുവാതിര അടക്കമുള്ള ആഘോഷങ്ങളെ യഥാർത്ഥത്തിൽ ആനന്ദകരമാക്കി ജീവിക്കുന്ന ഗ്രാമീണ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വൈലോപ്പിള്ളിക്ക് 100 നാവാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഊഞ്ഞാലിൽ എന്ന കവിതയിലെ ഗ്രാമജീവിതത്തെ, അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ നിലാവിനെ അടക്കം എങ്ങനെയെല്ലാമാണോ വൈലോപ്പിള്ളി മനോഹരമായി വരച്ചു വെക്കുന്നത്, അതൊക്കെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഇനി അവ്യവസ്ഥിതത്വം കവിതയുടെ സ്വഭാവമാണ്. അർത്ഥമുള്ളത് കവിതയല്ല, അതിനപ്പുറമുള്ളതാണ് കവിത. എം വിജയൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പഠിച്ചിട്ടുള്ളൊരു കവിതയെ ആസ്പദമാക്കി സ്വാഭിപ്രായം വിശദമാക്കുക. നോക്കൂ, അർത്ഥമുള്ളതല്ല കവിത, അതിനപ്പുറത്തുള്ളതാണ് കവിത എന്ന എം വിജയൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് കവിത, അല്ലേ? നമ്മളെ ഡയറക്റ്റ് അർത്ഥമുള്ളതല്ല, ധ്വനിപ്പിക്കുന്നതാണ്, അതിനൊക്കെ അപ്പുറത്തുള്ളതാണ് കവിത. പഠിച്ചിട്ടുള്ള ഒരു കവിതയെ ആസ്പദമാക്കി സ്വാഭിപ്രായം വിശദമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും വർഷത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റുകളൊക്കെ ഓർമ്മയുള്ള, ഭാഗങ്ങളോ ആശയങ്ങളൊക്കെ ഓർമ്മയുള്ള ഒരു കവിതയെ കൂടി നിങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ സന്ദർശനം എടുത്തു കഴിഞ്ഞാൽ മൗനം കുടിച്ചിരിക്കുന്നു, മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ, നരകരാത്രികൾ, ഇങ്ങനെയുള്ള പൊൻചമ്പകം പൂത്ത കരൾ, കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത വിരൽ, അതുകൊണ്ട് തൊടുമ്പോൾ കിനാവ് ചുരക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ എടുത്ത് ഇതൊന്നും അതിൻ്റെ സാധാരണ അർത്ഥമല്ല ഉള്ളതൊന്നും, അതിനപ്പുറത്തുള്ളതാണ് അതിൻ്റെ ഒരു ധ്വനിപ്പിക്കുന്ന അർത്ഥമെന്നും
അങ്ങനെ ആകുമ്പോഴേ ആ കവിത നമ്മളോട് പങ്കുവെക്കുന്ന മുഴുവൻ ആശയങ്ങളും അതിന് കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു 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 രീതിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇത്തരത്തിലുള്ളൊരു ഒരു കവിതയെ ആസ്പദമാക്കി എഴുതാൻ പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത്യാവശ്യം ആശയമൊക്കെ ഓർമ്മയുള്ള വരികളൊക്കെ ഓർമ്മയുള്ള ഒരു കവിത എടുത്തിട്ട് എഴുതിയാൽ കുറേ കൂടി നന്നാകും. 20ാമത്തെ ചോദ്യം. എല്ലാവരും തുല്യരല്ലാത്ത വ്യവസ്ഥിതിയിൽ സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും വേണ്ടി പാർശ്വവൽകൃതർ നടത്തുന്ന സമരങ്ങൾക്ക് പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടി വരും. മത്സ്യം എന്ന കവിത ഇത്തരമൊരു സന്ദേശം നൽകുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. എല്ലാവരും തുല്യരല്ലാത്ത വ്യവസ്ഥിതിയിൽ സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും വേണ്ടി പാർശ്വവൽകൃതർ നടത്തുന്ന സമരങ്ങൾക്ക് പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടി വരും. നോക്കൂ, നമ്മുടെ സമൂഹം ഒരിക്കലും എല്ലാവരും തുല്യരല്ല. പുതിയ കാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും തുല്യരല്ലാത്ത കുറേ ആളുകൾ, ഒരു ഭാഗത്ത് നമ്മൾ കോർപ്പറേറ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ തിന്നുകൊഴിക്കുകയും മറുഭാഗത്ത് ദരിദ്രരെന്ന് വിളിക്കുന്ന ജനകോടികൾ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ത്യക്കകത്ത് കാണാൻ വേണ്ടി പറ്റുക. എന്ന് പറഞ്ഞാൽ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസം, അവർ തമ്മിലുള്ള വരുമാനത്തിൻ്റെ അനുപാതം എന്നുള്ളത് വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും വേണ്ടി പാർശ്വവൽകൃതർ, നമ്മുടെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്നവർ നടത്തുന്ന സമരങ്ങൾക്ക് പുതിയ തന്ത്രങ്ങൾ വേണ്ടി വരാം എന്ന് തന്നെയാണ് മത്സ്യം നമ്മളോട് പറയുന്ന സന്ദേശം. നോക്കൂ, മത്സ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽകൃതരെ പല രീതിയിൽ കെണിയിലാക്കാൻ, വലയിലാക്കാൻ, ചതിയിൽപ്പെടുത്താൻ, ആക്രമിക്കാൻ ഒക്കെയുള്ള നിരന്തരമായ ശ്രമങ്ങളുണ്ടാകും. അത്തരം ശ്രമങ്ങളെയൊക്കെ തൻ്റേതായ ഇച്ഛാശക്തി കൊണ്ട്, മനക്കരുത്തുകൊണ്ട് നേരിടാനും അതിജീവിക്കാനുമുള്ള കരുത്തുണ്ടായാൽ മാത്രമേ പുതിയ കാലത്തിൻ്റെ കെട്ടുകാഴ്ചകളിൽ നിന്ന് മുക്തനായി പുതിയ കാലത്ത് എവിടെയും ഒരങ്ങാടിയിലും പോയി നാണം കെടാതെ ജീവിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പം അത്തരത്തിൽ ഇച്ഛാശക്തിയും ആത്മധൈര്യവും മനസ്സിന് ശക്തിയുമുള്ള ഒരാളുടെ ചെറുത്തുനിൽപ്പ് തീർച്ചയായും എല്ലാവരും തുല്യരല്ലാത്തൊരു വ്യവസ്ഥിതിയിൽ ഒരു സ്ഥിതി സമത്വവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനുമുള്ള പോരാട്ടത്തിന് കരുത്തേകാൻ വേണ്ടി നമുക്ക് സ്വീകരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മത്സ്യം എന്ന കവിത നമ്മുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശം. ഇനി കാവ്യഭാഗം വായിച്ച് 21 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒന്നുമറിയാതെ കണിക്കൊന്ന പൂത്തു വീണ്ടും, കണ്ണിൽ നിന്ന് പൊയ്മറയാ പൊൻകിനാക്കൾ പോലെ, പൊന്നു വയ്ക്കേണ്ടിടത്തൊരു പൂവ് മാത്രം വെച്ചു കൺതുറന്നു കണി കണ്ടു ധന്യരായോർ നമ്മൾ, പൂവിരിയേണ്ടിടത്തെല്ലാം പൊന്നു തൂക്കാനല്ലോ പൂ തീയുന്നു നമുക്ക്, പൊന്നാശ പൂക്കും നെഞ്ചിൽ എങ്കിലും അണിക്കുന്ന പൂത്തു നിൽപ്പു വീണ്ടും, മൺചിരാതിൽ നിന്ന് അഴകിൻ നുൽത്തിരികൾ പോലെ, ചന്തയിൽ നിന്ന് 5 രൂപയ്ക്ക് എന്നെ അയൽക്കാർ വാങ്ങിക്കൊണ്ടുവന്ന കൊച്ചി ശീമ കൊന്ന മലർ കാണുകെ, തൻ്റേതല്ല കിടാവിനെ കണ്ട തള്ളയെപ്പോൽ എൻ്റെ മുത്തശ്ശിക്ക് പഴങ്കണ്ണ് കലങ്ങുന്നു, എന്തിനിയും പൂത്തു. ONV. കണിക്കൊന്ന പൂക്കുന്നതിനെ കവി എന്തിനോടെല്ലാം സാദൃശ്യപ്പെടുത്തുന്നു? നോക്കുക, നമ്മൾ കണ്ണിൽ നിന്ന് പൊയ്മറയാ പൊൻകിനാക്കൾ പോലെയാണ്. പൊന്ന് വയ്ക്കേണ്ടിടത്തൊരു പൂവ് മാത്രം വെച്ച് കൺതുറന്ന് കണി കണ്ട് ധന്യരായവരാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ ഇവിടെ കണിക്കൊന്ന പൂക്കുന്നതിനെ കണ്ണിൽ നിന്ന് പൊയ്മറയാ പൊൻകിനാക്കൾ പോലെയാണ് നമ്മൾ നോക്കുന്നത്. എവിടെയാണ്? മൺചിരാതിൽ നിന്ന് അഴകിൻ നുൽത്തിരികൾ പോലെയാണ് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് എന്നും കവി സൂചിപ്പിക്കുന്നു. ഇക്കാലത്തെ മനുഷ്യരുടെ പൂതിയെക്കുറിച്ച് പറയുന്നതിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് പൂവി? പൂവിരിയേണ്ടിടത്തെല്ലാം പൊന്നു തൂക്കാനല്ലോ പൂതിയെന്ന് നമുക്ക്, പൊന്നാശ പൂക്കും നെഞ്ചിൽ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കണിക്കൊന്ന പൂവ്, പ്രകൃതി, നമ്മുടെ ആചാരം, അനുഷ്ഠാനം, അതൊക്കെ അതിനേക്കാളൊക്കെ നമുക്ക് പ്രാധാന്യം ഇപ്പോൾ പുതിയ കാലത്ത് പണത്തോടാണ്, സ്വർണത്തോടാണ്. അത് മനുഷ്യൻ്റെ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റും. ചന്തയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ കൊന്നപ്പൂവ് കാണവേ മുത്തശ്ശിക്കുണ്ടായ ഭാവമാറ്റം എന്ത്? ചന്തയിൽ നിന്ന് 5 രൂപയ്ക്ക് എന്നെ അയൽക്കാർ വാങ്ങിക്കൊണ്ടുവന്ന കൊച്ചു ശീമ കൊന്ന മലർ കാണുകെ, തൻ്റേതല്ല കിടാവിനെ കണ്ട തള്ളയെപ്പോൽ എൻ്റെ മുത്തശ്ശിക്ക് പഴങ്കണ്ണ് കലങ്ങുന്നു. മുത്തശ്ശിയുടെ പഴങ്കണ്ണ് കലങ്ങിപ്പോയി
തൻ്റേതല്ലാത്ത കുട്ടിയെ കണ്ട തള്ളയെപ്പോലെയാണ് ചന്തയിൽ നിന്ന് 5 രൂപയ്ക്ക് കൊണ്ടുവന്ന കൊന്ന കാണുമ്പോൾ മുത്തശ്ശിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ആ ഭാഗം 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളാണ്. ഇനി 24 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനോ ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോർമാറ്റ് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒന്നാമത്തെ വീഡിയോക്കകത്തിട്ട് ഫോർമാറ്റാണ് ഇപ്പോൾ ഉള്ളത്. 2 എസ്സേ ഉണ്ടാവും ഇപ്പോൾ പുതിയ കാലത്ത്. ഇതിലൊരു എസ്സേ ഉള്ളൂ, 2 ക്വസ്റ്റ്യൻ തന്നിട്ട് 1 എസ്സേ ആണ്. നമുക്ക് സാധാരണ 3 ക്വസ്റ്റ്യൻ തന്നിട്ട് 2 എസ്സേ ആണ് എഴുതാൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് 2 വർഷം മുമ്പുള്ള ചോദ്യം, 2018 ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഫോർമാറ്റ് മാറിയിട്ടുള്ളത്. ശസ്ത്രക്രിയ എന്ന കഥയിലെ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരം എത്രത്തോളം ഉചിതമായിരിക്കുന്നു? കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് വിലയിരുത്തുക. നോക്കൂ, 1.5 എഴുതണം നമ്മൾ. തീർച്ചയായും നമ്മൾ KP രാമനുണ്ണിയെക്കുറിച്ച് എഴുതണം, അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ എന്ന കഥയെക്കുറിച്ച് എഴുതണം, ആ കഥയിൽ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് എഴുതണം. അപ്പോൾ അതിനകത്ത് ആശയമൊക്കെ നമുക്ക് എഴുതാം. ഗർഭപാത്രം നീക്കാൻ വേണ്ടി തീരുമാനിച്ച അമ്മ തൻ്റെ ചെറുപ്പകാലത്ത് മകനെ ലാളിക്കാൻ മറന്നുപോയതിൻ്റെ കുറവ് തീർക്കുന്ന രീതിയിൽ ഭാര്യയോട് സമ്മതം വാങ്ങി കൂടെ കിടത്തിയും രാത്രി മുടിയിൽ തലോടി പാട്ട് പാടിക്കൊടുത്ത് താരാട്ട് കാട്ടി കൊടുത്ത് ഉറക്കിയും കുളിച്ചു വരുമ്പോൾ മുടി നന്നായി തോർത്തിയില്ല എന്ന് പറഞ്ഞ് തുവർത്തി കൊടുത്തിയും ഒക്കെ മകനും അമ്മയും തമ്മിലുള്ള ബന്ധം തിരിച്ച് മകന് അമ്മയോട് ഒരിക്കലും ഓപ്പറേഷൻ ശസ്ത്രക്രിയ അമ്മയുടെ ശരീരത്തിൽ മകൻ ചെയ്യാൻ പഠിച്ച് വേറെ സുഹൃത്തിനെ ഏൽപ്പിക്കുകയും പിന്നീട് മകൻ തന്നെ ചെയ്യണമെന്ന് അമ്മ വാശി പിടിക്കുമ്പോൾ ഓടിച്ചെന്ന് അത് ചെയ്തു തീർക്കുകയും ഒക്കെ ചെയ്യുന്ന കഥാസന്ദർഭങ്ങൾ ധാരാളം അതിനകത്തുണ്ട്. അതൊക്കെ വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, നല്ലൊരു ഉപസംഹാരം വേണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തത്, കുടുംബഭാരമേൽപ്പിച്ച സമ്മർദ്ദങ്ങൾ കാരണം ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ പോയ സ്ത്രീകളുടെ 2 വ്യത്യസ്ത മുഖങ്ങളാണ് ഓർമ്മയുടെ ഞരമ്പിലെ വൃദ്ധയും ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗത്തിലെ തങ്കം നായരും. 2 കഥാപാത്രങ്ങളെയും താരതമ്യം ചെയ്ത് സ്വാഭിപ്രായം രൂപീകരിക്കുക. കുടുംബഭാരമേൽപ്പിച്ച സമ്മർദ്ദങ്ങൾ കാരണം ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ പോയ 2 സ്ത്രീകളുടെ വ്യത്യസ്ത മുഖങ്ങളാണ് ഓർമ്മയുടെ ഞരമ്പിലെ വൃദ്ധ. ഒന്ന് നോക്കൂ, വൃദ്ധയുടെ കുടുംബഭാരം കൊണ്ട് അവരുടെ ഇത് നിറവേറ്റാൻ പോകാത്ത ഒന്ന്, അവരുടെ ഏറ്റവും വലിയൊരു അഭിലാഷം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോകാനായിരുന്നു. അവർക്കതിന് പറ്റുന്നില്ല. കാരണം കുടുംബം, ഭർത്താവ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ അതും തടഞ്ഞിരിക്കാം. രണ്ടാമത് അവർക്ക് എഴുത്തുകാരിയാണോ ഉണ്ടായിരുന്നു. അവിടെ പെണ്ണായ ചോറും കറിയും വെച്ചാൽ മതി, പ്രസവിച്ചാൽ മതി, അതിനപ്പുറമൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള അമ്മായിയമ്മയുടെ ചിന്ത അവരെ തടയുന്നു. അവർക്ക് ഏറ്റവും വലിയ സ്വപ്നം ഡൽഹി കാണാൻ പോകുക എന്നായിരുന്നു. ഭർത്താവ് MP ആയിട്ട് പോലും ഒരു മധ്യവേനൽ അവധിക്ക്, വലിയ ഒഴിവ് എന്നാണ് കഥയിൽ അല്ലേ സൂചിപ്പിക്കുന്നത്, മധ്യവേനൽ അവധിക്ക് സമ്മർ വെക്കേഷന് അമ്മയെയും കുട്ടികളെയും കൊണ്ട് ഭർത്താവ് ഡൽഹിയിലേക്ക് പോകുമ്പോഴും അച്ഛൻ്റെ അസ്ഥിത്തറയിൽ വിളക്ക് വെക്കാനും വീട്ടിലെ പശുക്കളെ നോക്കാനും വേണ്ടി വീട്ടിലിരിക്കേണ്ടി വരുന്ന വൃദ്ധയുണ്ട്. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഓർമ്മയുടെ ഞരമ്പിലുള്ളത്. ഇനി ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗത്തിലെ അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ, ലളിതാംബിക നിർജ്ജനത്തിൻ്റെ നോവലിൻ്റെ കുഞ്ഞു ഭാഗത്തിലെ തങ്കം നായരെ സംബന്ധിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് ബ്രിട്ടീഷ് പോലീസിനെതിരെ ഏറ്റുമുട്ടൽ നടക്കുന്ന തെരുവീതിയുടെ മുകളിൽ വീട്ടിൽ സ്വസ്ഥമായി കഴിയുന്ന തങ്കം നായരുടെ മനസ്സ് ചില സമയത്തെങ്കിലും കുറ്റബോധം കൊണ്ട് അസ്വസ്ഥമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. പക്ഷേ മകനെ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്നു. കാരണം ഭർത്താവിൻ്റെ ജോലി, ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭർത്താവിൻ്റെ ആദിയാണ് യഥാർത്ഥത്തിൽ പിറന്ന നാടിൻ്റെ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങുന്നതിൽ നിന്ന് തങ്കം നായരെ തടയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കുടുംബത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കാരണം, കുടുംബഭാരം ഏൽപ്പിച്ച സമ്മർദ്ദങ്ങൾ കാരണം അവരുടെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ പോയ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ താരതമ്യം ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ പൊതുവെ വിലയിരുത്തുമ്പോൾ, ഈ 2018 ചോദ്യങ്ങൾ പൊതുവെ വിലയിരുത്തുമ്പോൾ ഇതിനകത്ത് ധാരാളമായി കടന്നു വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ, സ്വാഭിപ്രായങ്ങളെ വിശദമാക്കാനുള്ള ധാരാളം ചോദ്യങ്ങൾ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്.
അത് തന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. പരീക്ഷയ്ക്ക് എല്ലാം നമുക്കറിയുന്ന ചോദ്യഭാഗങ്ങൾ തന്നെ, പാഠങ്ങൾ തന്നെ, പക്ഷേ വ്യത്യസ്തമായൊരു ആപ്ലിക്കേഷൻ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടി നിങ്ങൾ പാഠഭാഗങ്ങളെ വിലയിരുത്തിയാലേ ഇത്തരത്തിലൊരു ചോദ്യം ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയുന്നു, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയിലാണ്. രണ്ടാമത്തെ വീഡിയോ കൂടി ഇപ്പോഴത്തെ പുതിയ പാറ്റേണിൽ ഞാൻ ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു.